ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്ന അടിപൊളി ഒരു ബീഫ് ബിരിയാണിയും ബീഫ് ചില്ലിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് ആദ്യം നെയ്യാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം നിറച്ച് നെയ്യ് ഇടുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഓയിൽ യൂസ് ചെയ്യാറില്ലാത്തതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് വരട്ടെ. കാരണം നെയ്യ് കുറച്ച് കട്ട പിടിച്ചതായിരുന്നു. അപ്പോൾ അതൊന്ന് ഉരുകി വരുന്ന നേരം കൊണ്ട് നമുക്ക് അതിലേക്ക് ഇടേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാം. സാധാരണ ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് ഏലക്കയും കറുവാപ്പട്ടയും അതേപോലെ തന്നെ ഗ്രാമ്പൂ അത് 3 ഇട്ടിരിക്കുന്നത്. തക്കോലവും ബേ ലീഫും വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടോളൂ, കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം പെരുംജീരകം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ അതൊന്ന് പൊട്ടി വരുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് സവാളയാണ് ഇനി ചേർക്കേണ്ടത്. അപ്പോൾ 1/2 കിലോ ബീഫും 1/2 കിലോ ബിരിയാണി അരിയും കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു അളവിലാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ 2 വലിയ ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് പൊടിയായി അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അതായത് വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബീഫ് ബിരിയാണിയും ഫ്രൈയും കൂടി ഒപ്പം എങ്ങനെയാണ് ഉള്ളത് ആണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളിയുടെ ആ ഒരു വെള്ള കളറൊക്കെ ഒന്ന് മാറി നല്ലോണം മൊരിഞ്ഞ് വരണമെന്നില്ല. നന്നായിട്ടൊന്ന് പാകമാവുന്നവരേക്ക് വളരെ സോഫ്റ്റായിട്ട് കിട്ടുന്നവരേക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് ചേർക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. അത് 2 ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ. നമ്മൾ ബീഫ് ബിരിയാണിയിൽ പ്രധാനമായിട്ടും മുളക് പൊടിയുടെ എരിവല്ല ഉണ്ടാവുക, പച്ചമുളകിൻ്റെയും അതേപോലെ തന്നെ കുരുമുളക് പൊടിയുടെയാണ് ഒന്ന് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ചരച്ചെടുത്ത് തന്നെയാണ്. അതും കൂടി ഒന്ന് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന വരേക്കും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഓരോന്ന് ചേർക്കുന്ന സമയത്തും തീ എപ്പോഴും സ്ലോയിൽ വെക്കാൻ നോക്കുക. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 8-9 ചെറിയ ഉള്ളിയും ഒരു 4 പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്, വല്ലാണ്ട് അരച്ചെടുത്തിട്ടില്ല, നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പച്ചമുളകിൻ്റെ എരിവും കൂടി അതിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് മാത്രം മുളക് പൊടി ചേർത്താൽ മതിയാവും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കാരണം ചെറിയുള്ളി ചതച്ചത് വരുമ്പോൾ നല്ലൊരു കൊഴുപ്പും മണവും ഒക്കെ ഒരു പ്രത്യേക തരം ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ചെറിയുള്ളി ഒന്ന് ചതച്ച് ചേർത്തതും കൂടിയിട്ട്. ഇനി അതിന് ശേഷം നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ചേർത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ്. മുളക് പൊടി ഇട്ടതിന് ശേഷം 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ അളവ് എന്ന് പറയുന്നത് 1/2 കിലോ ബീഫും 1/2 കിലോ അരിയും കൂടിയുള്ള ആ ഒരു ബിരിയാണി മിക്സിനുള്ളതാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു മസാലക്കൂട്ട് വേണം നമ്മുടെ ബീഫ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ല ഫൈനായിട്ടുള്ള പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ക്രഷ് ചെയ്തതാണെങ്കിലും നമുക്കത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി പൊടികളെല്ലാം ഇട്ടതിന് ശേഷം സിമ്മിൽ വെച്ചുകൊണ്ട് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതായത് പെട്ടെന്ന് അടിക്ക് പിടിക്കുന്ന ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സിമ്മിൽ വെച്ചിട്ട് വേണം നന്നായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നവരേക്ക് മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അപ്പോൾ അത് അത്രയും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടതാണ് അത്യാവശ്യം മീഡിയം വലിപ്പത്തിലുള്ള 2 തക്കാളി അരിഞ്ഞ് വെച്ചതാണ്. അതും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കുക. തക്കാളി നന്നായിട്ട് വെന്തുടയണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം എന്തായാലും ഇത് വിസിലൊക്കെ അടിച്ച് വരുമ്പോഴേക്കൊക്കെ അത് ആയിക്കോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വെന്തുടയുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി മാത്രം എടുത്താൽ മതിയാവും. ഇപ്പോൾ ഏകദേശം നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നൊരു സമയമാണ്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് നമ്മുടെ 1/2 കിലോ ബീഫാണത്. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടായിരുന്നു 1/2 കിലോ ബീഫാണ്. അതും കൂടിയിട്ട് ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ആ ഒരു മസാലയൊക്കെ അതിൽ ഡയറക്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അത് എല്ലാ ഭാഗത്തും ആവുന്ന പോലെ തന്നെ, കാരണം ഇനി നമ്മളത് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ തന്നെ 1 മിനിറ്റോളം ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കേണ്ടതുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇതിപ്പോൾ കറിക്ക് പറഞ്ഞാൽ ആ ഒരു ബിരിയാണി മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പാകത്തിന് ബീഫിന് മാത്രമുള്ളത് ഇട്ട് കൊടുത്താലും മതി. പിന്നീട് റൈസൊക്കെ വയ്ക്കുന്ന സമയത്ത് അതിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പം തന്നെ അധികം ഇട്ടിട്ട് പ്രശ്നമാവണ്ട. അപ്പോൾ അതുകൊണ്ട് ഇതിലുള്ളത് മാത്രമായിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഉപ്പും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളമാണ്. കാരണം ഈ ഒരു ബീഫിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ വല്ലാണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചേർക്കുന്ന ആകെ ഒരു ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അത്ര വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. ഈ ഒരു ഗ്രേവി നമുക്ക് ബിരിയാണിക്കും കൂടിയിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് മാത്രം നമ്മൾ വെച്ച് കൊടുത്താൽ മതിയാവും. കൃത്യം ഈ 1 ഗ്ലാസ് വെള്ളം. 1 ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാനത് കഴുകി അരച്ചൊഴിച്ചതിൻ്റെയാണ്. അതിൽ വേറെ ഒന്നുമല്ല. കാരണം നമ്മൾ നേരത്തെ പച്ചമുളകും ഉള്ളിയൊക്കെ ചതച്ചെടുത്തപ്പം ആ ഒരു പാത്രം കഴുകിയെടുത്ത് അങ്ങനെ 1 ഗ്ലാസ് വെള്ളം അതിലെടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ പരുവന്നുണ്ടാവുന്നത്. ഇപ്പോൾ ഇതിനുള്ള മസാലകളും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊരു 7 വിസിൽ വരുന്നവരേക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി വിസിൽ വരുന്നത് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാവുള്ളൂ, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അടി പിടിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ നമ്മുടെ വിസിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ 7 എണ്ണം ആയി കഴിഞ്ഞപ്പോൾ ഞാനിത് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മാറ്റി വെച്ച് ഇനി നന്നായിട്ട് ആവി പോയതിന് ശേഷം മാത്രം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിന് ശേഷമാണ് ബാക്കിയുള്ള പണികളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ വിസിലൊക്കെ അടിച്ച് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പാത്രം മാറ്റി വെച്ചിട്ട് നമുക്ക് ബീഫ് ഫ്രൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ ബീഫ് ചില്ലിക്കുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇനി സമയം കളയേണ്ട ആവശ്യമില്ല, ഇത് മാറ്റി വെച്ചു കേട്ടോ. ഞാൻ ഇനി അടുത്ത കുക്കർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കുക്കറിൽ ബാക്കി 1/2 കിലോ ബീഫാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബീഫിലേക്ക് നമുക്ക് ആകെ 3 കാര്യങ്ങൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അതായത് ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഇതേപോലെ ഒരു 7-8 വിസിൽ മാത്രം അടിച്ചെടുക്കുക. ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഊർന്ന് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ആവശ്യമുള്ളൂ. കാരണം ഫ്രൈ ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാണ്ട് വെള്ളം ഒഴിക്കണം എന്നില്ല. ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് അതെല്ലാം സെറ്റായതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഇതേപോലെ തന്നെ ഞാൻ സ്ലോ ആയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിൽ ഫ്ലെയിം എന്ന് പറയുന്നത് സ്ലോയിൽ വെച്ചിട്ട് ഒരു 7 വിസിൽ. അപ്പോൾ എങ്ങനെയാണോ ബീഫിൻ്റെ വേവ് നിങ്ങൾ എടുക്കാറുള്ളത് വെച്ചാൽ അതേപോലെ തന്നെ വിസിലെടുത്തോളുക. അതിന് കുഴപ്പമില്ല. ഞാനിവിടെ ഒരു 7 വിസിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ മസാലയൊക്കെ കറക്റ്റായിട്ട് എല്ലാവിടെയും ആയിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം അതുകൊണ്ടാണ് ഇതിലൊരു തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് സിമ്മിൽ വെക്കണം നിർബന്ധമായി പറയുന്നത്. ഏറ്റവും താഴ്ത്തിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇങ്ങനെ തന്നെ വെച്ച് അടച്ച് വെച്ച് ഒരു 7 വിസിൽ വരയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ വിസിൽ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ വിസിലും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ വിസിൽ ഇത്ര മാത്രമേ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ അടിച്ചതിന് ശേഷം ഞാനിത് ഓഫ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കുക്കർ തുറന്നിട്ടുള്ള പരിപാടികൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്നവരേക്ക് ഇതേപോലെ തന്നെ ആവി പോകുന്നവരേക്ക് തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട മസാലക്കൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ 7 എണ്ണം വന്നതിന് ശേഷം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അത് മാറ്റി വെച്ചു. ഇനി നമ്മുടെ ആദ്യത്തെ കുക്കർ വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിരിക്കുകയാണ്. നമുക്ക് തുറന്ന് നോക്കാം. ആവിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ആ ഒരു നന്നായിട്ട് ഇളക്കിയെടുത്ത് നോക്കുക. അപ്പോൾ ഗ്രേവി ഇത്രയും വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആ കഷ്ണങ്ങൾ മാത്രം മാറ്റിയെടുത്തിട്ട് വെള്ളം ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് എത്ര വെള്ളം ഉണ്ടെന്ന് നോക്കണം ശരിക്കും. പക്ഷേ എനിക്കത് ഏകദേശം നമുക്കൊരു കണ്ണളവ് എന്ന് പറയുമല്ലോ, ആ ഒരു അളവ് പ്രകാരത്തിന് എനിക്കറിയാം വലിയൊരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ അരി ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. 2 വലിയ ഗ്ലാസ്സിനുള്ള അരിയാണ് ഞാൻ എടുത്തത്. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. പകരം നമുക്ക് ഈ മസാല തന്നെ എനിക്ക് തോന്നുന്നു 1.5 ഗ്ലാസോളം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കി 2.5 ഗ്ലാസ് മാത്രമേ വെള്ളം ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അളവ് കൃത്യമായിട്ട് വേണമെന്നുള്ള ആളുകളാണെന്ന് വെച്ചാൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അതിലെ ഗ്രേവി മാത്രം എടുത്ത് മാറ്റിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ആക്കുക. അപ്പോൾ നമുക്ക് അതിൽ എത്ര വെള്ളം ഉണ്ടെന്ന്, ആ ഗ്രേവിയുടെ വെള്ളം എത്ര ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ബാലൻസ് വെള്ളം മാത്രം ബിരിയാണിക്ക് വേണ്ടി എടുത്താൽ മതിയാവും.
അപ്പോൾ എനിക്കിവിടെ ഏകദേശം ആ ഒരു കണക്ക് അറിയുന്നതുകൊണ്ട് ഞാനത് വെള്ളമൊന്നും മാറ്റിയെടുത്തിട്ടില്ല. അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ എന്ത് ചെയ്തു, അരി നന്നായിട്ട് എടുത്തിട്ട് അതിലൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തേക്ക് നമുക്ക് ചോറിലേക്കും കൂടി വരേണ്ട ഉപ്പ് ആവശ്യമാണ്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇലകൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില, പുതിന ഇല, ഇതൊക്കെ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ മഞ്ഞ മുന്തിരി കയ്യിലുള്ള ആളുകളുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് കൂടും. അപ്പോൾ ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനതൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ചോറും കൂടി ഇതിൽ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് അതിനും കൂടി വേണ്ട കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ബാക്കി നമുക്ക് വെള്ളം കൂടിയിട്ട് ഒന്ന് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രേവി ഒരു 1.5 ഗ്ലാസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി ബാക്കി 2.5 ഗ്ലാസ് വെള്ളം മാത്രമാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുള്ളൂ. അതായത് 2.5 ഗ്ലാസ് വെള്ളം. ആദ്യത്തെ ഒരു ഗ്ലാസ് ഒഴിച്ചു കഴിഞ്ഞു, രണ്ടാമത്തെ ഗ്ലാസ് ഒഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കൂടി ആയപ്പം പാകമായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് ഒരൊറ്റ വിസിൽ, മീഡിയം ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. കുറച്ചും കൂടി ഒരു 1/2 ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 2.5 ഗ്ലാസ് വെള്ളവും ഗ്രേവി മാത്രമല്ല 1.5 ഗ്ലാസും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ കണക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിലേ ആവശ്യമുള്ളൂ. പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് നാരങ്ങ നീര്, ചോറൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടാനും ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ അടച്ച് ഒന്ന് വെച്ചിട്ട് ഒരു വിസിലാണ് എടുക്കുന്നത്. ആവി പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതിയാവും. ഒരുപാട് നേരം വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് സിമ്മിൽ, ഏറ്റവും സിമ്മിലാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഏറ്റവും താഴ്ത്തി വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഓർമ്മ വന്നത് നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ തന്നെ ഒരു 2 ടീസ്പൂൺ, അത്രയേ ഉള്ളൂ, 2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അടച്ച് വെച്ച് ഒറ്റ വിസിലെടുത്തിട്ട് 10 മിനിറ്റ് വരെ മാക്സിമം നമുക്ക് അടച്ച് വെക്കേണ്ട ആവശ്യമുള്ളൂ. ഓവറായിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് വെന്തുടഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് വിസിലടിച്ച് കഴിഞ്ഞ് അത് മാറ്റി വെച്ചു. ഇനി നമുക്ക് നേരത്തെ ഫ്രൈയിൻ്റെ മസാലയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഒരു 3-4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയാണ്, ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം, ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. വെണ്ണ പോലെ അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ഒന്ന് ചതച്ച് എടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രൈയിനുള്ള മസാലക്കൂട്ടാണ് നമ്മളിപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിലത്തെ എരിവ് എന്ന് പറയുന്ന ഒക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാം. കാരണം ഇവിടെ നമ്മൾ വറ്റൽമുളക് ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ കുരുമുളക് പൊടി ഉപയോഗിക്കുന്നുണ്ട്, ഇഞ്ചി ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ മസാലപ്പൊടികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വേവിച്ച് വെക്കുമ്പോൾ അതിലും ഓൾറെഡി എന്തിട്ടിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് മാത്രം വേവിച്ചെടുത്താണ്. അപ്പോൾ ആ ഒരു എരിവൊക്കെ അവനവൻ്റെ പാകത്തിനനുസരിച്ച് എടുക്കുക. അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ആ നേരം കൊണ്ട് നമ്മുടെ കുക്കർ ഒരു വിസിലൊക്കെ അടിക്കാനുള്ള പുറപ്പാട്ടിലാണ്. അപ്പോൾ അതും കൂടി ഒന്നിങ്ങനെ കാണിച്ചു തന്നാണ്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വിസിലടിച്ച് മാറ്റി വെച്ചു. ഇനി നമ്മളിത് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന 7 വിസിലടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ബീഫ് ഫ്രൈക്കുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അസലായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെയാണ് നമ്മൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്രയും വെള്ളം അതിലുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് ഒന്ന് ഓണാക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. വറ്റിച്ചെടുത്തതിന് ശേഷം കുറച്ച് കൂട്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നേരത്തെ നമ്മൾ ചതച്ച് വെച്ചതാണ്, ആ മസാലക്കൂട്ടെല്ലാം ചതച്ച് വെച്ചതാണ്. അപ്പോൾ അതും കൂടിയാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിലെ വെള്ളം ചെറുതായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് പോയ സമയത്ത് ഇപ്പോൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ മസാലക്കൂട്ട് എല്ലാം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി അത് ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം, വലിയൊരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇനി കോൺഫ്ലവറിൻ്റെ പൊടി കയ്യിലില്ലാത്ത ആളുകളാണെച്ചാൽ നമുക്ക് അരിപ്പൊടി ചേർത്താലും മതിയാവും. കാരണം ഈ ഒരു പൊടി ചേർക്കുമ്പം അതിൽ മസാലകളെല്ലാം കൃത്യമായിട്ട് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വറുത്ത് കോരി നന്നായിട്ട് തന്നെ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത പറയുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാസ് ഇപ്പം താഴ്ത്തി വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയ ആ സ്റ്റേജിലാണ്
ഈ മസാലക്കൂട്ടും കോൺഫ്ലവറിൻ്റെ പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് എല്ലാ കഷ്ണങ്ങളിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് കോട്ട് ചെയ്ത് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ എളുപ്പത്തിൽ ഉള്ള ഒരു ഫ്രൈ കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നമ്മൾ ഫ്രൈക്കുള്ള പരുവം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് കോരി എടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് അത് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് കുറച്ച് ഉള്ളി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാതെ തന്നെ അതിലേക്ക് അത്യാവശ്യം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണയുടെ നിറം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഒരു ഉള്ളി നന്നായി സ്ലൈസ് ചെയ്ത് അരിഞ്ഞ് മാറ്റി ഇതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ തന്നെയാണ് ഇപ്പോൾ വറുത്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൽ കുറച്ചായിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം കുറച്ചായി ഇട്ടിട്ട് വറുത്ത് കോരാം. അപ്പോൾ ഇനി വറുത്ത് കോരുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മൾ ഇട്ട് കൊടുക്കുമ്പം ചെറുതായിട്ട് കട്ട പിടിച്ചിട്ടുണ്ടെങ്കിലും അതിനെ ഉലർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് വല്ലാതെ നമ്മൾ ഈ സമയത്ത് ചെയ്യരുത്. കാരണം നമ്മൾ ക്രഷ് ചെയ്ത് മാത്രമാണ് മസാല ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വല്ലാതെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ആ മസാലയൊക്കെ അതിൽ നിന്ന് വിട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് വല്ലാതെ ഉലർത്തിയെടുക്കാൻ നിൽക്കണ്ട. ഒന്ന് ആയതിന് ശേഷം മാത്രം ഒന്ന് വേറെ ആക്കി കൊടുത്താൽ മതി. പിന്നെ ഓൾറെഡി നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് അധിക സമയം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഒരു 2 3 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ പാകമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. നല്ല ക്രിസ്പി ആയിട്ട് നല്ല മണത്തോട് കൂടിയിട്ട് നല്ല ടേസ്റ്റോട് കിട്ടിയിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 2 തവണ ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ. 1/2 കിലോ ബീഫ് എന്ന് പറയുമ്പം അത്രയേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ആദ്യത്തേത് ഞാൻ ഇട്ടിട്ട് ഇതപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ നന്നായിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു അരിപ്പ വെച്ചിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ട് തന്നെ വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് കഴിഞ്ഞു. ഇനി രണ്ടാമത് ഒരു വട്ടം കൂടി ഇടാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് വറുത്ത് കോരി എടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ രണ്ടാമത്തെയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ പാകമാക്കിയിട്ട് വേഗം തന്നെ എടുക്കാം. പക്ഷേ ധാരാളം നമുക്കൊരു 4 പേർക്കൊക്കെ കഴിക്കുക എന്ന് പറയുമ്പോൾ 1/2 കിലോ ബീഫൊക്കെ ഒരു നേരത്തേക്ക് ധാരാളം തന്നെയാണ്. കഴിക്കുന്ന ആളുകളുടെ അതിനനുസരിച്ച് ഇരിക്കും. ഇവിടെയൊക്കെ ധാരാളം ഉണ്ടാവാറുണ്ട്, അത്രയേ ഉള്ളൂ. കാരണം ഒരുപാട് അങ്ങനെ കഴിക്കുക എന്നുള്ളതല്ല, കുറച്ചായിട്ട് എല്ലാവരും ഒന്ന് എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊക്കെ ധാരാളം തന്നെയാണ് ഒരു നേരത്തേക്കെന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും കൂടി ഇട്ടിട്ട് ഇതേപോലെ തന്നെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണ ഇത് വറുത്തെടുക്കാനുള്ള ഒരു എണ്ണയിൽ മാത്രമാണ്, ഒരുപാട് എണ്ണ ഒഴിച്ചൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നാലും ഡീപ്പ് ഫ്രൈ തന്നെയാണ്. അതായത് കഷ്ണങ്ങളുടെ മുകളിലെല്ലാം എണ്ണ വരുന്ന പോലെ തന്നെ നിൽക്കണം, എന്നാലാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഷാലോ ഡ്രൈ ഇതിന് പറ്റില്ല. അപ്പോൾ അത് കറക്റ്റ് മുങ്ങി നിൽക്കണ പോലെ തന്നെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വറുത്ത് കോരി എടുക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ അത് രണ്ടാമത്തെ ബാച്ചും കൂടി ഒന്ന് കോരി എടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അതിലത്തെ മസാല മുഴുവനും പൂർണ്ണമായിട്ടാണ് നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 5-6 വെളുത്തുള്ളി അല്ലി സ്ലൈസ് ചെയ്ത് വെച്ചതുണ്ട്, അതിട്ട് കൊടുത്തു. അതേപോലെ ഒരു വലിയ സവോള നന്നായിട്ട് സ്ലൈസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കുക. അപ്പോൾ അതും കൂടിയിട്ട് നമ്മുടെ ഈ ബീഫ് ഫ്രൈയിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റും മണമൊക്കെ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 കൊത്ത് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ എണ്ണ ഇതിനെല്ലാം വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യം കൂടി ആ എണ്ണയിൽ നമുക്ക് നന്നായിട്ട് വറുത്ത് കോരി എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഏകദേശം ഉള്ളിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിവം എനിക്ക് തോന്നുന്നു നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത്രയ്ക്കും കൂടി ബ്രൗൺ ആക്കണമെന്നില്ല. ഒന്നുകൂടിയിട്ട് കുറച്ചൊരു വൈറ്റ് കളറുള്ള സമയത്ത് ചെയ്യാന്ന് വെച്ചാലും കൂടി നല്ലതായിരിക്കും. കാരണം വല്ലാതെ നമ്മൾ മൂപ്പിച്ചെടുക്കുമ്പം ഈ ഉള്ളിക്കൊരു കയ്പ്പ് ഫീൽ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് കരിഞ്ഞു പോവരുത്, അത്ര ബ്രൗൺ നിറമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇതെൻ്റെ ലേശം ഒന്ന് കളറ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നുകൂടി കളറ് കുറയ്ക്കാം, അത്ര മാത്രമേ ഉള്ളൂ.
ഇനി നമ്മുടെ ബിരിയാണി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഒരു വിസിലടിച്ച് കഴിഞ്ഞിട്ട് ഏകദേശം 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി ഒന്ന് ഇളക്കി നോക്കാം. അടിക്കൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. കറക്റ്റായിട്ട് നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ മസാലകളെല്ലാം അത് ഏറ്റവും മുകൾഭാഗത്ത് വന്ന് കിടക്കുകയാണ്. കഷ്ണങ്ങളും മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് ബിരിയാണി ഉലർന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ കൂടുതൽ അരി ഒട്ടിപ്പിടിക്കാതെയോ വെന്ത് കുഴയേ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നല്ലൊരു ഫ്ലേവറും അതേപോലെ ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനത് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ടേസ്റ്റിന് ഒരു കുറവുമില്ല കേട്ടോ. അപ്പോൾ മോൾ ഭാഗത്ത് കുറച്ചും കൂടിയിട്ട് ഞാനൊരു നല്ല വലിയൊരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒന്നും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയും കൂടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു വലിയൊരു ഉള്ളിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നന്നായി സ്ലൈസ് ചെയ്ത് വെച്ചതിന് നമ്മൾ വറുത്ത് കോരി എടുത്തതായിരുന്നു. പിന്നെ വീണ്ടും നമുക്ക് കുറച്ചും കൂടി ഇലകളൊക്കെ ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് മല്ലിയില, പുതിന ഇല അതൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടിയിട്ട് നമുക്ക് ആ ഫ്ലേവർ കൂടി കിട്ടും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറുത്ത് നന്നായിട്ട് കോരി എടുത്ത് വെച്ച് ഇഷ്ടമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം മുകളിലൊരു ഡെക്കറേഷൻ പോലെ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കിയുള്ള ഭാഗത്തേക്കൊക്കെ ഒരുപോലെ ആവണം എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ വിളമ്പുന്ന സമയത്ത് നമുക്കതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാം ഫ്രണ്ട് ഭാഗത്ത് മാത്രം അല്ലെങ്കിൽ മുൻഭാഗത്ത് മാത്രമായിട്ടാണ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ്, സബ്സ്ക്രൈബ്